വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മുടെ കക്കാടംപൊയിലെ പാർട്ട് 2 ആണ് കേട്ടോ. രണ്ടുമാരെയും കൊണ്ടിട്ട് നമ്മൾ സ്റ്റേ മാത്രമല്ല നല്ല അടിപൊളി ഒരു അഡ്വഞ്ചർ പാർക്കും പോയിട്ടുണ്ടായിരുന്നു. രണ്ടുപേരും നല്ല രീതിയിൽ എൻജോയ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കക്കാടംപൊയിൽ വന്നാൽ എന്താണുള്ളതെന്ന് ചോദിക്കുന്നവർക്ക് ഇതാ ബെസ്റ്റ് ഒരു ഓപ്ഷനായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അത് നമ്മുടെ കക്കാടംപൊയിൽ വലിയവർക്കും കുട്ടികൾക്കും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റിയിട്ട് നല്ല കിട്ടിലൊരു അഡ്വഞ്ചർ പാർക്ക് ഉണ്ട് കേട്ടോ. ഞാനിവിടെ ഒരുപാട് പ്രാവശ്യം പോയിട്ടുണ്ട്. കാരണം നമ്മൾ സാധാരണ പോകുന്ന പാർക്കിലൊക്കെ കുട്ടികൾക്കാണല്ലോ അല്ലേ മുൻഗണന ഉള്ളത്. എന്നാൽ ഇവിടെ വലിയവർക്കും ഒരുപാട് വെറൈറ്റി ഓഫ് അഡ്വഞ്ചർ പാർക്കുകളാണ് കേട്ടോ ഉള്ളത്. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഞാൻ കുറച്ച് കളിയൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ഐസ്ക്രീം കഴിക്കാനുള്ള ചെറിയൊരു കഷ്ടപ്പാടാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കൂടെ നിൽക്കണം കേട്ടോ. അപ്പോൾ എന്തായാലും ഒന്ന് കണ്ടോളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് വിചാരിക്കും. അപ്പോൾ നമ്മൾ ഫാമിലി വ്ളോഗായാലും ട്രാവലിങ്ങും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വ്ളോഗായിരിക്കും കേട്ടോ നമ്മളെ കാണാൻ പറ്റുക. അപ്പോൾ ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസൊക്കെ കാണുന്നുണ്ടെങ്കിൽ നമ്മളെ പേജ് ഒന്ന് ഫോളോ ചെയ്ത് കൂടിയോളി. അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമും ഒന്ന് ചെക്ക് ചെയ്യണേ. സിമി എന്നാണ് ഇൻസ്റ്റഗ്രാം വരുന്നത്. അതിൽ ഒരുപാട് വെറൈറ്റി വീഡിയോസ് നമ്മൾ ഡെയിലി അപ്ലോഡ് ചെയ്യാറുണ്ട്. അങ്ങനെ എന്തായാലും ഐസ്ക്രീം കഴിക്കാനുള്ള ചെറിയൊരു കഷ്ടപ്പാടാണ് ഗൈസ് നിങ്ങൾ ഈ കാണുന്നത്. പല ആളുകൾക്കും കക്കാടംപൊയിൽ പോയാൽ വെറും മലകളും വൈബും മാത്രമാണെന്നുള്ളൊരു ചെറിയൊരു സംശയമുണ്ട്. എന്നാൽ ഇത്രയും നല്ല മനോഹരമായിട്ടുള്ള അഡ്വഞ്ചർ പാർക്കുള്ള കാര്യം എത്ര പേർക്കറിയാം? കിഡ്സിനായാലും വലിയവർക്കും ഒരുപോലെ എൻജോയ് ചെയ്യട്ടോ. അപ്പോൾ എന്തായാലും ഞാനും രണ്ടുമാരും നല്ല രീതിയിൽ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് 2 ദിവസം ഞങ്ങൾ ഫുള്ളായിട്ടൊരു വൈബിനായിട്ട് ഒരുങ്ങിയതാണ്. ഔട്ടിംഗ് എന്ന് പറയുമ്പോൾ ഇറങ്ങുന്നത് നല്ല രീതിയിൽ കളറാക്കണല്ലേ, അല്ല ഞാൻ പോയിട്ട് കാര്യമില്ലല്ലോ. അത് ഞങ്ങളങ്ങ് മാക്സിമം എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഓണത്തിൻ്റെ ചെറിയ സെറ്റിങ്സും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു ഊഞ്ഞാല സെറ്റപ്പൊക്കെ ഉണ്ടായിരുന്നു. അതിലങ്ങോട്ട് ആടിട്ടോ. ഏതായാലും ഊഞ്ഞാല ആടുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. അതിനൊരു പ്രായപരിധിയൊന്നുമില്ല. ഏത് ഏജുള്ള ആൾക്കും ഊഞ്ഞാല കണ്ടാൽ പിന്നെ അതുമൊന്ന് ആടണല്ലേ. അതുപോലെ തന്നെയാണ് പിന്നെ ഹസുട്ടിക്ക് വേണ്ടിയിട്ടുള്ള കുറേ റൈഡൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവന് ഒരുവിധമൊക്കെ നമ്മൾ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ ടിക്കറ്റ് നിരക്ക് എന്ന് പറഞ്ഞാൽ ഓരോന്നിനാണ് ഓരോ റേറ്റാണ് വരുന്നത്. പാക്കേജ് എടുത്താൽ പാക്കേജ് ആയിരിക്കും കേട്ടോ ഇവിടെ വരിക. അതുകൊണ്ട് തന്നെ നമ്മൾ രാവിലെ 11 മണിക്കേറ്റോ ഇവിടെ സ്റ്റാർട്ടിങ് വരുന്നുണ്ട്. ഏകദേശം നൈറ്റ് 9 വരെ ഉണ്ട്. അത് അൺലിമിറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യട്ടോ. അപ്പോൾ ഉമ്മാനും കൊണ്ടിട്ടൊരു നല്ല ആകാശ യാത്ര പറഞ്ഞു കേട്ടോ. അപ്പോൾ ഉമ്മാക്ക് വീഡിയോ ഒന്നുമില്ല, പക്ഷേ ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് ചെയ്യണമല്ലോ. കാരണം നമ്മളെപ്പോഴും പോവുകയാണെങ്കിൽ അതെല്ലാം മാക്സിമം മുതലാക്കിയിട്ടും അല്ലെങ്കിൽ നമ്മളെല്ലാം എക്സ്പ്ലോർ ചെയ്തിട്ടും പോകണം. അപ്പോഴല്ലേ നമ്മളെ യാത്ര അടിപൊളിയാവുള്ളൂ. അപ്പോൾ ഇതെല്ലാവരും കയറ്റി. പിന്നെ ഹസുട്ടി ഈ ഉമ്മാൻ്റെ ബെസ്റ്റ് ഫ്രണ്ടും മോളും ഉണ്ടായിരുന്നു ഞങ്ങളെ കൂടെ. അവരെ കൂടെ കേട്ടോ ഹസുട്ടി പോയാൽ അവനൊരു പേടിയില്ല. പക്ഷെ ഉമ്മാക്ക് ഭയങ്കര പേടിയുണ്ടായിരുന്നു. ഹസു വീയോ അല്ലെങ്കിൽ അവന് പേടിയുണ്ട്. പക്ഷേ അവന് ഭയങ്കര ധൈര്യം കേട്ടോ. എന്നെക്കാളും റൈഡിലൊക്കെ കയറാൻ ആൾ ഭയങ്കര ഓക്കെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടുത്തെ കുറച്ച് വിശേഷങ്ങൾ ഒന്ന് കണ്ണോടിക്കല്ലേ. ഞാനിപ്പോൾ കാണിച്ചിട്ടുള്ള ഈ ഒരു റൈഡൊക്കെ ഇവിടെ വന്നാൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യാം കേട്ടോ. പിന്നെ ഞങ്ങൾ സിപ്പ് ലൈനിലൊക്കെ കയറാൻ വേണ്ടി ഏറ്റവും ടോപ്പിലേക്ക് പോവാണ്. ഇത് കുറേ മലകളുടെ മുകളിലായിട്ടാണ് കേട്ടോ സിപ്പ് ലൈനിൻ്റെ സെറ്റിങ്സൊക്കെ വരുന്നത്. ഞങ്ങൾ അങ്ങോട്ട് വേണ്ടിയത് ഇതാ ഈ ഒരു പാലൊക്കെ കടന്നിട്ട് ഏറ്റവും ടോപ്പിലെത്തണം. അതൊക്കെയാണ് കേട്ടോ ഇവിടുത്തെ ഒരു ടാസ്ക് എന്ന് പറഞ്ഞാൽ. സംഭവം ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്തിട്ട് വേണം ഓരോ റൈഡിലും കയറാൻ കേട്ടോ. അപ്പോഴാണ് നമുക്ക് ആ ഒരു വന്ന വൈബൊക്കെ. ഇനി ഇവിടെ ഒരു ചെറിയൊരു ചാറ്റൽ മഴ അല്ലെങ്കിൽ മോർണിംഗൊക്കെയാണ് നല്ല കോടുണ്ടാവും കേട്ടോ. ചില ടൈമിൽ നമ്മൾ പരസ്പരം അങ്ങോട്ടോ ഇങ്ങോട്ടോ കാണൂല. അത്രയും നല്ല രീതിയിലാണ് ക്ലൈമറ്റ് ചേഞ്ച് ആവും കേട്ടോ. കാരണം നമ്മുടെ കക്കാടംപൊയിലത്തെ അവസ്ഥ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ലേ. പെട്ടെന്നാണ് അവിടുത്തെ ക്ലൈമറ്റൊക്കെ ചേഞ്ച് ആവല്. ഏത് ടൈമിലും നല്ലൊരു കാലാവസ്ഥയാണല്ലേ. നമ്മുടെ നാട്ടിൽ ചൂടാണെങ്കിലും ചിലപ്പോൾ അവിടെ മഴ ആയിരിക്കും കേട്ടോ. എൻ്റെ അരീക്കോട് നിന്ന് ഏകദേശം 10-25 കിലോമീറ്റർ ഉള്ളൂ ഞങ്ങൾക്ക് കക്കാടംപൊയിലേക്ക് കേട്ടോ. എപ്പോഴും പോയി വരുന്ന സ്ഥലം തന്നെയാണ്. വെറുതെ വീട്ടിലിരുന്ന് വൈബ് അടിക്കാൻ പോകുന്ന ഒരു സ്പോട്ട് കൂടിയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ അടുത്ത്
വർത്തായൊരു സംഭവമാണ്. പക്ഷേ ഈ ക്ലൈമറ്റിൻ്റെ കാര്യം ഒരു രക്ഷയില്ല കേട്ടോ. നമ്മുടെ വയനാടൊക്കെ പോകുന്നതായിട്ടിലും ഇങ്ങോട്ട് പോകുന്നതായിരിക്കും കേട്ടോ ബെറ്റർ. ഒരുപാട് വെറൈറ്റി റിസോർട്ടുകളൊക്കെ ആയിട്ട് ഇപ്പോൾ നമ്മുടെ കക്കാടമ മൊത്തത്തിൽ കളർഫുൾ ആയിട്ടുണ്ട് കേട്ടോ. അത്രയും വൈബാണ്. ഇനി ഞങ്ങളിതാ നല്ല സിപ്പ് ലൈനിൽ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. പിന്നെ ഒരുപാട് ജെയിൻസിങ്ങും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോഴുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടോ. കാരണം അത്രയും വ്യൂ താഴേക്ക് കണ്ടിട്ട് പിന്നെ ഇവിടെ വരികയാണെങ്കിൽ മസ്റ്റ് ട്രൈ ആണ് സിപ്പ് ലൈൻ കേട്ടോ. കാരണം അത്രയും ലോങ്ങിലാണ് സിപ്പ് ലൈന് പോകുന്നത്. അതും നല്ല ടോപ്പിലാണ് ഹൈറ്റ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ കക്കാടമ്പയിൽ ഈ ഒരു വൈബൊക്കെ കണ്ടിട്ട് ഒരു സിപ്പ് ലൈൻ യാത്ര അത് അടിപൊളി തന്നെയായിരിക്കും കേട്ടോ. ഞാനിവിടെ വരുന്ന ടൈമിൽ എപ്പോഴും ഞാൻ സിപ്പ് ലൈൻ ഒന്ന് ട്രൈ ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ വെയിറ്റിങ്ങിലാണ് കേട്ടോ. കാരണം കുറേ കപ്പിൾസൊക്കെ പോകാനുണ്ടായിരുന്നു. അതിന് ശേഷമാണ് നമ്മളിതാ സിപ്പ് ലൈനിൽ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ വരുമ്പോഴേക്ക് അസുമോൻ എപ്പോഴും പറയുന്നതാണ് സിപ്പ് ലൈനിൽ കയറണം എന്നുണ്ട്. പക്ഷേ എനിക്ക് പേടിയായതുകൊണ്ട് ഇതുവരെ ഞാൻ ഇവിടെ കയറ്റിയിട്ടില്ല. കാരണം അത്രയും ലോങ്ങിലാണ് ഹൈറ്റിലുമാണ് കേട്ടോ. പക്ഷേ നമ്മളവിടെ താഴെ നിന്നപ്പോൾ അസുമോൻ്റെയും ചെറിയ കുഞ്ഞു മക്കൾ വരെ സിപ്പ് ലൈനിൽ കൂളായിട്ട് പോയപ്പോൾ ഞാൻ എന്തായാലും ഇപ്രാവശ്യം ഹസുമോനെ കയറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഹസുവിന് ഭയങ്കര പേടിയാണ് ഇക്കാര്യത്തിലൊക്കെ. പക്ഷെ പേടില്ലാത്ത ഒരാളാണ് ഞാൻ കേട്ടോ. കാരണം എല്ലാത്തിലും വലിയ ആളായിട്ട് കയറും, പക്ഷേ ഉള്ളിൽ ഭയങ്കര ഭയം കൊണ്ടായിരിക്കും കേട്ടോ. പക്ഷേ ആൾക്കൊരു ബേജാറുമില്ല, ഭയങ്കര കൂൾ ആൻഡ് കാമായിട്ടാണ് ഹസ്ബൻഡ് യാത്ര കേട്ടോ. അപ്പോൾ എന്തായാലും അവൻ്റെ കുഞ്ഞ് ആഗ്രഹമല്ലേ അങ്ങോട്ട് സാധിച്ചു കൊടുത്തിട്ടോ. പിന്നെ അവൻ്റെ കൂടെ ഞാനും ഉണ്ടായിരുന്നു. അതൊരു ഇതാണ്. പക്ഷേ കൂടെയുള്ള ഞാൻ വലിയ പേടിത്തോരി ആണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ എന്തായാലും ഹസുമോനെ ഭയങ്കര ഹാപ്പിയായി. അവന് ഭയങ്കര ചിരിയും കളിയിലൂടെയാണ് ഈ ഒരു ടാസ്ക് ഏറ്റെടുത്തത് കേട്ടോ. അപ്പോൾ എന്തായാലും ഉമ്മാക്ക് ഭയങ്കര പേടിയുണ്ടായിരുന്നു. ഉമ്മാനും ഞാനിതിൽ കയറ്റിയിട്ടുണ്ട് കേട്ടോ. രണ്ടുമ്മ ഇതിൽ കയറിയിട്ടുണ്ട്. പക്ഷേ അവരെ രണ്ടുപേരും വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. കാരണം ഞാൻ സിപ്പ് ലൈനിൽ വേഗം പോയതുകൊണ്ട് മുകളിൽ എൻ്റെ ബാക്കിലാണ് അവരൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും നല്ല കിട്ടിലൻ എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ എന്തായാലും കക്കാടംപൊയിൽ വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ഫോഗി മൗണ്ടിൽ അഡ്വഞ്ചർ പാർക്ക് ഒന്ന് വിസിറ്റ് ചെയ്യണേ. നമ്മുടെ പേജ് ഫോളോ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കുഞ്ഞു വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ഒന്ന് കാണുകയല്ലേ. വിചാരിക്കുന്നുണ്ടാവും ഇവിടെ കിഡ്സിന് വേണ്ടി സെപ്പറേറ്റ് ആയിട്ടുള്ള സെക്ഷനൊന്നും ഇല്ലേന്ന്. ഇന്നുണ്ട് കിഡ്സിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയൊരു ലോകം തന്നെ ഉണ്ട് ഇതിൻ്റെ ഉള്ളിലുള്ളത്. അപ്പോൾ എന്തായാലും ഫാമിലി ആയിട്ട് വരികയാണെങ്കിൽ കിഡ്സ് ആയാലും നമ്മുടെ വലിയവർക്കായാലും എല്ലാവർക്കും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുള്ള അഡ്വഞ്ചർ പാർക്കാണ് കേട്ടോ. അപ്പോൾ ഹസുമോന് കുറച്ച് റൈഡിലും കാര്യത്തിലൊക്കെ ഇതിലും കയറ്റിയിട്ടുണ്ടായിരുന്നു. നമ്മളെല്ലാം ടിക്കറ്റ് എടുത്ത് ഇതാക്കി സെറ്റ് ആയതുകൊണ്ട് നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് ഇവിടെ എല്ലാം യൂസ് ചെയ്യാം കേട്ടോ. അതും നൈറ്റിൽ 9:30 വരെ ഇവിടെ ഉണ്ട്. നൈറ്റത്തെ വ്യൂ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടോ. കാരണം നല്ല ലൈറ്റിങ്ങും നല്ല കോടയൊക്കെ ആയിട്ട് നല്ല വൈബന്. ക്ലൈമറ്റ് അടിപൊളി തന്നെയായിരുന്നു നമ്മുടെ കക്കാടംപൊയിലെ. ഉമ്മി അവരൊക്കെ ഇതാ അവിടെ മുകളിൽ എൻജോയ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഹസുട്ടിക്ക് ഈ ഒരു പാർക്കിൽ വരണം എന്ന് പറഞ്ഞപ്പോൾ ഹസുട്ടി ഇതാ റൈഡിലൊക്കെ ഓരോന്ന് കയറുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഇതാ ഇവിടെ നിന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ ഏകദേശം 25-ൽ കൂടുതൽ റൈഡുകളുണ്ട് കേട്ടോ. അതിൽ വാട്ടർ റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളൊക്കെ ഉണ്ട് ചാടുന്നതൊക്കെ. അപ്പോൾ അതിലൊന്നും നമ്മൾ കയറിയിട്ടില്ല. നമ്മൾ ഓൾറെഡി റിസോർട്ടിൽ നിന്ന് സ്റ്റേ ഒക്കെ ചെയ്ത് രാവിലെ പൂളിലൊക്കെ ചാടിയിട്ടാണല്ലോ വരുന്നത്. ഇനിയും ഡ്രസ്സ് ചേഞ്ച് ചെയ്യട്ടാന്ന് വിചാരിച്ചിട്ട് പൂളിലൊന്നും ചാടിയിട്ടില്ല. പിന്നെ ഇതുപോലെ നല്ല കിഡിലന് ഒരു വൈബുള്ള കയാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട അടുത്തൊരു വീഡിയോ തന്നെ. ബൈ.